നല്ലൊരു അവസര തങ്കച്ചി നമുക്കിപ്പോ വീണ് കിട്ടിയിരിക്കുന്നത്. അത് നമ്മൾ പരമാവധി ഉപയോഗിച്ച ദേവികയെ സിദ്ധുവിനെ ഒതുക്കാം. നിത്യയുടെ മരണമല്ലേ? അതെ. നിത്യ ആത്മഹത്യ ചെയ്തതാണെന്നും അതിന് കാരണക്കാരി ദേവികയാണെന്നും നമ്മൾ പറയണം. അതിന് പരമാവധി പ്രചാരം കൊടുക്കണം. അത് സത്യമാണോ? സത്യമാണെന്നൊക്കെ നമ്മൾ എന്തിനാ തങ്കച്ചി അറിയുന്നേ? ഒരു നുണ 100 തവണ ആവർത്തിച്ച സത്യമായി തീരുമെന്ന് തങ്കച്ചിക്ക് അറിയില്ലേ? ഈ കേസിലും നമ്മൾ അത് തന്നെ ചെയ്യണം. ഞാനും അതിനെക്കുറിച്ച് ആലോചിക്കാതിരുന്നില്ല. പക്ഷേ പോസ്റ്റ്മോർട്ടം അതിന്റെ റിസൾട്ട് വരാനിരിക്കുന്നതല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പോരെ ഓരോന്നൊക്കെ പറയുന്നത്. പോസ്റ്റ്മോർട്ടത്തിൽ എന്താ ഉണ്ടാവാൻ പോകുന്നേ? ആത്മഹത്യ ചെയ്തു. എനിക്ക് തോന്നുന്നില്ല ഇതൊരു ആത്മഹത്യയാണെന്ന്. ആ കുട്ടി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അപ്പൊ പിന്നെ എങ്ങനെയാ മരിച്ചേ? ഒന്നുകിൽ അപകടം. അല്ല, അപകടം അല്ല, കൊന്നതാ. കൊലപാതകമാവാനാണ് കൂടുതൽ സാധ്യത. കൊലപാതകോ? ആര് ചെയ്യാൻ? അതിന് നിത്യയോട് ആർക്കാ ഇത്ര ശത്രുത? എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. വ്യക്തമായ തെളിവില്ലാതെ അതൊന്നും പുറത്തു പറയുന്നത് ശരിയല്ലല്ലോ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ, അതിലെന്താ എഴുതിയിരിക്കുന്നത് നോക്കാം. എന്നിട്ട് മതി നമ്മുടെ നീക്കം. ശരത്തനോട് പറഞ്ഞത് സ്വത്ത് കിട്ടാത്തതുകൊണ്ട് അവൾ ആത്മഹത്യ ചെയ്തതെന്ന്. അവൻ അങ്ങനെയല്ലേ പറയൂ. അവൻ അങ്ങനെയല്ലേ പറയാൻ പറ്റൂ. തങ്കച്ചിക്ക് ശരത്തിന് സംശയമുണ്ടോ? അതാ പറഞ്ഞത്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ എന്ന്. ഒന്ന് നീ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാ. ആരും അത്ര നല്ലവരൊന്നും അല്ല. എല്ലാവർക്കും അവരുടേതായ താല്പര്യമാണ് മുഖ്യം. ദേവിക തകർന്ന സിദ്ധുവിന് നിനക്ക് കിട്ടും. അതല്ലേ നിന്റെ ലക്ഷ്യം. കുറച്ചുകൂടെ കാക്ക്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരാൻ ഇനി അധിക സമയമൊന്നും വേണ്ട. എന്തിനാ പോകുന്നത്? മോക്ക് ഇവിടെ നിന്നൂടെ? ഹോസ്റ്റലിൽ അന്വേഷിക്കും. പറഞ്ഞാ പോരെ ഇങ്ങനെ ഒരു ആവശ്യമാണെന്ന്? ഇവിടുന്ന് വേണമെങ്കിൽ ആരെങ്കിലും വന്ന് സംസാരിക്കാം മേട്രനോട്. വേറൊന്നും കൊണ്ടല്ല മോളെ. മോൾ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്കൊരാശ്വാസം. അല്ല, ഇവിടുന്ന് വേണമെങ്കിൽ മോക്ക് ജോലിക്ക് പോവാലോ. ഒന്ന് സമ്മതിക്ക് പ്രിയ. ഓരോ സമയം കേൾക്കുന്ന വാർത്തകൾ അത്ര നല്ല വർത്തമാനങ്ങളല്ല. മോൾ ഇവിടെ തന്നെ നിൽക്കേ. വേറെ ബുദ്ധിമുട്ടില്ലെങ്കിൽ, വിരോധമില്ലെങ്കിൽ പറയുന്ന അനുസരിക്കേ. എനിക്ക് ചേച്ചിയുടെ സ്ഥാനം കൽപ്പിച്ചു എന്നല്ല നേരത്തെ പറഞ്ഞത്. നിത്യയുടെ സ്ഥാനത്തുണ്ടാവുമെന്നും പറഞ്ഞു. ആ അധികാരവും സ്വാതന്ത്ര്യവും ഞാൻ എടുക്കുക. പ്രിയ തൽക്കാലം പോകുന്നില്ല. നിത്യയുടെ മുറിയുണ്ട് ഇവിടെ. പ്രിയക്ക് അതിൽ താമസിക്കാമല്ലോ. അതെ മോളെ, അതാ ശരി. മോളൊന്ന് സമ്മതിക്കും. സമ്മതിക്കും മോളെ. നിങ്ങളുടെയൊക്കെ ആഗ്രഹം അതാണെങ്കിൽ സമ്മതിക്കാതെ എന്ത് ചെയ്യും? പിന്നെ ദേവിക ചേച്ചി പറയുന്നതും അനുസരിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല. അത് മാത്രമല്ല, എനിക്കൊരു ചേച്ചിയെ കിട്ടിയില്ലേ? പിന്നെ ഇത്രയും ബന്ധുക്കളെ